ഇനി നെക്സ്റ്റ് പറയുന്നത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്. 202 പേജിൽ. ഹൗ ഡിഡ് ലീഡേഴ്സ് ലൈക്ക് ദാദാഭായ് നവറോജി ആൻഡ് ആർ.സി. ദത്ത് കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് നാഷണലിസം? ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത് തുടങ്ങിയ നേതാക്കന്മാർ സാമ്പത്തിക ദേശീയതയുടെ വളർച്ചയ്ക്ക് എപ്രകാരമാണ് സംഭാവനകൾ നൽകിയത്? ഇവിടെ പറയുന്നത് സാമ്പത്തിക ദേശീയതയെക്കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ ആർ.സി. ദത്ത്. ഇവരെ കൂടാതെ ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, ജി.വി. ജോഷി തുടങ്ങിയ നേതാക്കന്മാരൊക്കെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ഇവർ മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആൻസർ നോക്കൂ. 19ാം നൂറ്റാണ്ടിൽ ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ തുടങ്ങിയ നേതാക്കൾ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്ന് അവർ മുന്നോട്ട് വെച്ചു. ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നു? ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുണ്ട്. അത് കാരണമായിട്ട് ആണ് ഇന്ത്യയിൽ ഇത്രത്തോളം ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്ന് ഈ നേതാക്കന്മാർ മുന്നോട്ട് വെച്ചു. ബ്രിട്ടീഷ് ഭരണമാണ് ഇന്ത്യയെ കൊടിയ ദാരിദ്ര്യത്തിൽ തുടരുന്നതിന് കാരണമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഈ കാഴ്ചപ്പാടാണ് സാമ്പത്തിക ദേശീയതയുടെ വളർച്ചയ്ക്ക് വഴി തുറക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രത്തോളം ദാരിദ്ര്യം വരുവാനുള്ള കാരണം സാമ്പത്തികമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള ദാദാഭായ് നവറോജിയും ആർ.സി. ദത്തും മനസ്സിലാക്കുകയും ഈ പ്രസ്താവന അവർ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, ജി.വി. ജോഷി തുടങ്ങിയ നേതാക്കന്മാർ, എല്ലാ തലമുറയിലും പെട്ട നേതാക്കന്മാർ വ്യാപകമായ രീതിയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഈ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിമർശനങ്ങൾ അഴിച്ചുവിടുവാൻ തുടങ്ങി. മറ്റുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധിച്ചിരുന്നത്. പിന്നീട് ഈ ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത് തുടങ്ങിയ നേതാക്കന്മാരെല്ലാം സാമ്പത്തിക മേഖലയിലും ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രസ്താവന ഇറക്കിയതോടുകൂടെ അത് മറ്റുള്ള നേതാക്കന്മാരും ഏറ്റെടുത്തു. എന്നിട്ട് സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള പ്രചരണം കൂടെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതുകൊണ്ടുവന്ന നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, ജി.വി. ജോഷി തുടങ്ങിയ വ്യത്യസ്ത തലമുറയിൽപ്പെട്ട നേതാക്കളൊക്കെ എന്ത് ചെയ്തു? വ്യാപകമായിട്ട് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇങ്ങനെ കോളനി ഭരണം പല രീതിയിൽ ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്ന് ഈ നേതാക്കന്മാർ പ്രത്യേകമായി പറയുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ തുടക്കത്തിൽ നമ്മുടെ സാമ്പത്തിക ചൂഷണങ്ങൾ വരുന്നത് 2-3 രീതിയിലാണ്. അതിലൊന്നാമത്തെ കാര്യം, തുടക്കത്തിൽ അവർ ഭീമമായ നികുതി ഈടാക്കി. വലിയ നികുതിയാണ് അവർ ചുമത്തിയിരുന്നത്. ഈ നികുതി കൊടുക്കൽ ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ ബാധ്യതയായിട്ട് മാറി. അപ്പോൾ ഒന്നാമത്തത് ഭീമമായ നികുതി ചുമത്തുന്നതിലൂടെ സാമ്പത്തിക ചൂഷണമുണ്ടാക്കി. പിന്നെ മറ്റൊന്ന്, തുല്യമല്ലാത്ത രീതിയിലുള്ള വ്യാപാരം. ഇവിടെ ഇന്ത്യയിലെ വ്യത്യസ്ത വിലക്ക് അവരെന്ത് ചെയ്യുന്നു? ഉൽപ്പന്നം വിൽക്കുന്നു. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് ഒരു വിലയും, പിന്നെ അവരുടെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് മറ്റൊരു വിലയുമാണ് അവർ ഈടാക്കിയിരുന്നത്. നമ്മളിൽ നിന്ന് വലിയ വില ഈടാക്കുകയും മറ്റുള്ളവർക്ക് ചെറിയ വിലയിൽ നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തുല്യമല്ലാത്ത വ്യാപാര പ്രവർത്തനത്തിലൂടെയും അവരെന്ത് ചെയ്തു? ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു. മാത്രമല്ല മറ്റൊരു കാര്യം ചെയ്തിരുന്നത്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ താഴ്ന്ന വിലക്ക് അവർ വാങ്ങുകയും ഭീമമായ തുക അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുകയും ചെയ്തു. ഇവിടെ ചെയ്തിരുന്ന 2 കാര്യമായിരുന്നു. ഇന്ത്യക്കാരിൽ നിന്ന് അവർ വളരെ കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നു. എന്നിട്ട് അവരുടെ ബ്രാൻഡ് നെയിമും മറ്റു കാര്യങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ട് വലിയ വിലക്ക് നമുക്ക് തന്നെ അവരെന്ത് ചെയ്യാണ്? വിൽക്കുകയാണ്. പിന്നെ അതിനു പുറമെ അവരുടെ നാട്ടിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും വലിയ വിലക്ക് ഇന്ത്യയിൽ അവർ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു.
അപ്പോൾ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ ചെറിയ രീതിയിലുള്ള വിലക്ക് അവർ വാങ്ങുകയും വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഭീമമായ തുക ഈടാക്കുകയും ചെയ്തു. ഇനി അപ്പോൾ ഇത്തരത്തിൽ ഒരു തുല്യമല്ലാത്ത രീതിയിലുള്ള ഒരു വ്യാപാര പ്രവർത്തനങ്ങളാണ് അവർ ഇന്ത്യയിൽ നടത്തിയത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയേക്കാൾ കൂടുതലായിട്ട് ഇംഗ്ലണ്ടിൻ്റെ സാമ്പത്തിക വളർച്ചയാണ് ഉണ്ടാക്കിയത്. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക വളർച്ചയാണ് ഉണ്ടാക്കിയത്. ഇത് ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകുവാനും കാരണമായി. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ചിലവഴിക്കേണ്ട സമ്പത്ത്, ഈ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭവും നികുതിയൊക്കെ എവിടേക്ക് പോയി? ഇംഗ്ലണ്ടിലേക്ക്, ബ്രിട്ടീഷിലേക്കൊക്കെ എന്ത് ചെയ്തു? പോയി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമ്പത്തിക ചൂഷണത്തിന് പുതിയ കൂടുതൽ സങ്കീർണമായ രൂപങ്ങൾ അവർ സ്വീകരിച്ചു. പിന്നെ മാത്രമല്ല 19-ാം നൂറ്റാണ്ടിലും ഈ സാമ്പത്തിക ചൂഷണം അവർ തുടർന്നു. സാമ്പത്തിക ചൂഷണത്തിന് പുതിയ കൂടുതൽ സങ്കീർണമായ രൂപങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്തു. അവരുടെ വ്യവസായ സംരംഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന സ്ഥലമായി അവർ ഇന്ത്യയെ കണ്ടു. അതായത് അവരുടെ വ്യവസായശാലകളിലെല്ലാം ആവശ്യമായി വരുന്ന റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ, അത് എവിടെ നിന്നാണ് കണ്ടെത്തിയിരുന്നത്? ഇന്ത്യയിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ കൂടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടെ വന്നു. പിന്നെ മാത്രമല്ല ബ്രിട്ടീഷ് വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് വിറ്റഴിക്കുവാനുള്ള സ്ഥലമായിട്ടും അവർ ഇന്ത്യയെ കണ്ടു. അപ്പോൾ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നിർമ്മിക്കുക, ആ നിർമ്മിച്ച ഉൽപ്പന്നം വലിയ വിലക്ക് ഇന്ത്യയിൽ വിൽക്കുക. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ ചുരുങ്ങിയ വിലക്ക് അവരെന്ത് ചെയ്തു? കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ മാത്രമല്ല ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളും ചെറിയ വിലക്ക് അവർ ഈടാക്കി വാങ്ങുകയും എന്നിട്ട് അവരുടെ ബ്രാൻഡ് നെയിമും എല്ലാം ഒട്ടിച്ചുകൊണ്ട് വലിയ വിലക്ക് ഇവിടെ തന്നെ വിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ വരെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഇങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തികവും വ്യാവസായികവുമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ട ധനം അത് ബ്രിട്ടീഷ് വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരെയധികം തകരുകയും സാമ്പത്തികമായി വളരെയധികം ചൂഷണം ചെയ്യപ്പെടുകയും ബ്രിട്ടീഷുകാരും ഇംഗ്ലണ്ടുകാരൊക്കെ സാമ്പത്തികമായിട്ട് വളരെ വലിയ രീതിയിൽ അവർ വളരുകയും ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ട ധനമാണ് ബ്രിട്ടീഷ് വികസനത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കപ്പെട്ടത്. ഇത്തരത്തിലാണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങൾ ഉണ്ടായത്. ഇങ്ങനെ ഇന്ത്യൻ ദേശീയ നേതാക്കൾ മർമ്മപ്രധാനമായ ഈ വസ്തുതകളെ മനസ്സിലാക്കുകയും അവ ഒരേ സമയം അവർ പ്രചരിപ്പിക്കുകയും ജനങ്ങളെയൊക്കെ ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് മുന്നോട്ട് വരുവാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ബ്രിട്ടീഷുകാർ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ഇതിനെതിരെ ദാദാഭായ് നവറോജി, R.C. ദത്ത്, പിന്നെ അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, G.V. ജോഷി തുടങ്ങിയ നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്തു? ഈ സാമ്പത്തിക ചൂഷണത്തിന് എതിരെയുള്ള സമരങ്ങളിൽ അവർ നേതൃത്വം നൽകുകയും ജനങ്ങൾ അതിൽ അണിനിരക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 203-ാമത്തെ പേജിൽ 6-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയൻ. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയത എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇന്ത്യയിൽ വ്യത്യസ്ത രീതിയിലാണ് ദേശീയത ഉയർന്നു വന്നിട്ടുള്ളത്. സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും ദേശീയത ഉയർന്നു വന്നിട്ടുണ്ട്. അതേ രൂപത്തിൽ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയത ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ മത നേതാക്കന്മാരാണ് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ, പിന്നെ തിലക് തുടങ്ങിയ മത നേതാക്കന്മാരെല്ലാം ഇന്ത്യയിൽ
മതപരമായ രീതിയിൽ ദേശീയത കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ നേതാക്കന്മാരാണ്. അതിൻ്റെ ആൻസർ നോക്കൂ. സാമ്പത്തികവും സാംസ്കാരികവുമായ തലങ്ങളെ കൂടാതെ 19-ാം നൂറ്റാണ്ടിലെ ദേശീയതയുടെ വളർച്ചയ്ക്ക് മറ്റു പല ഘടകങ്ങളും കൂടെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിൽ പ്രധാനമാണ് ഇത് മതം. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയത. ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ഇന്ത്യയിൽ ഹിന്ദു മതത്തെയും ഇതിലെ ആശയങ്ങളും ഇന്ത്യൻ ദേശീയതയുടെ പ്രചോദക ശക്തികളാക്കി മാറ്റി. ഹിന്ദു മതത്തെയും ഇതിലെ ആശയങ്ങളും ഇന്ത്യൻ ദേശീയതയുടെ പ്രചോദക ശക്തികളാക്കി മാറ്റിയിട്ടുണ്ട്. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയ്ക്ക് ഒരു രാഷ്ട്രീയ രൂപം കൂടി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതപരമായിട്ടുള്ള ദേശീയതയ്ക്ക് അവർ മുന്നോട്ട് വന്നത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ധാർമ്മിക ശക്തി മതമാണ് എന്ന് അവർ മുന്നോട്ട് വച്ചിരുന്നു. കാരണം അവർ മത നേതാക്കന്മാരാണ്. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മതമാണ്. അപ്പോൾ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും എന്ത് ചെയ്യാം, ദേശീയത കൊണ്ടുവരാമെന്നവർ മനസ്സിലാക്കി. മാത്രമല്ല ഈ ഒരു ഇന്ത്യൻ സമൂഹത്തിൻ്റെ ധാർമ്മിക ശക്തി എന്ന് പറയുന്നത് മതമാണ്. അത് അനുസരിച്ച് കൊണ്ടാണ് അവർ മതത്തെ ദേശീയ ആശയങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. അത് ഒരു പരിധിവരെയൊക്കെ ഇന്ത്യൻ ദേശീയത ഉയർത്തുന്നതിന് മതം കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ദേശീയത കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് 1983 തിലക് മഹാരാഷ്ട്രയിൽ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. എക്സാമിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വർഷം 1983. ആരാണ് സംഘടിപ്പിച്ചത്? തിലകാണ് സംഘടിപ്പിച്ചത്. സ്ഥലം എവിടെയായിരുന്നു? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു എവിടെ? മഹാരാഷ്ട്രയിൽ. ആരാണ് സംഘടിപ്പിച്ചത്? തിലക്. വർഷം ഏതായിരുന്നു? 1983. ഇനി അല്ലെങ്കിൽ 1983 തിലക് മഹാരാഷ്ട്രയിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ ഏതായിരുന്നു? ഗണപതി ഫെസ്റ്റിവലായിരുന്നു. തിരിച്ചും മറിച്ചും ചോദിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ 1983 തിലക് മഹാരാഷ്ട്രയിൽ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് മതപരമായ ഒരു വേദി ഒരുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിലൂടെ അവർ മുന്നോട്ട് വെച്ചത് എന്തായിരുന്നു? ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മതപരമായ ഒരു വേദിയാണ് ഇവർ ഈ ഒരു ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇനി ഇതിൻ്റെ താഴെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരിക്കൽ വിവേകാനന്ദൻ പ്രകാരം പറയുകയുണ്ടായി, രാഷ്ട്രീയ ആശയങ്ങളാണ് യൂറോപ്പിൽ ദേശീയ ഐക്യം കൊണ്ടുവന്നത്, എന്നാൽ ഏഷ്യയിൽ മതപരമായ ആശയങ്ങളാണ് ദേശീയ ഐക്യത്തിലേക്ക് നയിക്കുന്നത്. വ്യത്യാസങ്ങളാണ്. യൂറോപ്പിൽ എന്തായിരുന്നു? അവർ രാഷ്ട്രീയ ആശയങ്ങളാണ് യൂറോപ്പിൽ ദേശീയത, നാഷണലിസം കൊണ്ടുവന്നത്. അതേസമയം ഇന്ത്യയിലല്ല, ഏഷ്യയിൽ മതപരമായ ആശയങ്ങളാണ് ദേശീയ ഐക്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ദേശീയത എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യത്യസ്ത രീതിയിലാണ് ദേശീയത നിലനിന്നിട്ടുള്ളത്. യൂറോപ്പിൽ വ്യവസായവൽക്കരണം, സാമ്പത്തിക വളർച്ചയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വന്നിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ദേശീയത വളർന്നത് വ്യത്യസ്ത രീതിയിലായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സാംസ്കാരിക ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ദേശീയത വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ സാമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാമ്പത്തിക ദേശീയത ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിൽ ദേശീയത ഉയർന്നു വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഡ്രെയിൻ തിയറി ആൻഡ് ഹൂ പ്രൊപ്പൗണ്ട് ഇറ്റ്?
എന്താണ് ഡ്രെയിൻ സിദ്ധാന്തം? ആരാണ് ഇത് ആവിഷ്കരിച്ചത്? 205 പേജിലാണ് കേട്ടോ. ഇന്ത്യൻ ധനം വ്യാപാരത്തിലൂടെയും വ്യവസായങ്ങളിലൂടെയും ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരുടെ വേതനത്തിലൂടെയും ബ്രിട്ടനിലേക്ക് മാറ്റപ്പെടുന്നതിനെയാണ് ഡ്രെയിൻ സിദ്ധാന്തം എന്ന് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലുള്ള പണം, ധനം എവിടേക്ക് മാറ്റുകയാണ്? ബ്രിട്ടനിലേക്ക് മാറ്റുകയാണ്. അതെങ്ങനെയൊക്കെയാണ് മാറ്റുന്നത്? വ്യാപാരം. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഉൽപ്പന്നം ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു. അപ്പോൾ പണം എവിടേക്കാണ് പോകുന്നത്? ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ അവരുടെ വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ കൊണ്ടുപോയി അവിടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം ഇന്ത്യയിൽ കൊണ്ട് വിൽക്കുന്നു. ആ പണം വീണ്ടും എവിടേക്കാണ് പോകുന്നത്? ബ്രിട്ടനിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇന്ത്യയിൽ ജോലിയെടുക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അവരാ പണം എവിടെയാണ് ചിലവഴിക്കുന്നത്? ബ്രിട്ടനിലാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ ധനം, ഇന്ത്യയുടെ പണം വ്യാപാരത്തിലൂടെയും വ്യവസായത്തിലൂടെയും ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാർക്ക് നൽകുന്ന ശമ്പളത്തിലൂടെയും ഇന്ത്യൻ പണം ബ്രിട്ടനിലേക്ക് മാറ്റപ്പെടുന്നതിനെയാണ് ഡ്രെയിൻ സിദ്ധാന്തം എന്ന് സൂചിപ്പിക്കുന്നത്. ഇത് ആവിഷ്കരിച്ചത് കൊണ്ടുവന്നതാരാണ്? ദാദാഭായ് നവറോജിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. വാട്ട് അക്കോർഡിംഗ് ടു ഇന്ത്യൻ ലീഡേഴ്സ് വെർ ദ സെൻട്രൽ ഐഡിയാസ് ഓഫ് ദ വെസ്റ്റേൺ സിവിലൈസേഷൻ? ഇന്ത്യൻ നേതാക്കന്മാരുടെ അഭിപ്രായത്തിൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കേന്ദ്ര ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യന്മാരുടെ സംസ്കാരം. അതിലെ ആശയങ്ങൾ പ്രധാനമായിട്ടും 3 ആശയങ്ങളാണ് ഇന്ത്യൻ നേതാക്കന്മാർ മുന്നോട്ട് വച്ചിരുന്നത്. ഒന്നാമത്തത് വ്യക്തിത്വവാദമാണ്. 1 വ്യക്തിത്വവാദം, 2 മതേതരത്വം, 3 യുക്തിവാദം. ഇവയായിരുന്നു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പോൾ ഈ 3 ആശയങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ ശ്രമിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 20ാമത്തെ ഈ ഒരു ചാപ്റ്ററിൽ, നാഷണലിസം, ദേശീയത എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ശരി.